ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ആദ്യത്തെ വീഡിയോ ആണിത്. സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പം നമുക്ക് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് കണ്ടാലോ? അപ്പം നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ ആദ്യം നമുക്ക് ഡയറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് നോട്ട്ബുക്കാണ് എടുക്കണം. നമുക്ക് പഴയ ബുക്കിൻ്റെ പേപ്പറൊക്കെ വെച്ച് നമുക്കൊരു ബുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഫുള്ളൊരു യെല്ലോ തീം പിടിച്ച കാരണം നമ്മൾ ആ യെല്ലോ പേപ്പർ വെച്ചിട്ട് ആ ബുക്കൊന്ന് റാപ്പ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ 4 സൈഡിലും വൈറ്റ് ലെഗിസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്യൂട്ടായിക്കോട്ടെ. കുറച്ചും കൂടെ ക്യൂട്ടാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിബൺ വെച്ചിട്ട് ഒരു ബോ ഉണ്ടാക്കിയാലും നടുക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ റാപ്പ് ചെയ്ത് പോകുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അടുത്തത് നമുക്ക് നെയ് സ്ലിപ്പ് ഉണ്ടാക്കാം. നെയ് സ്ലിപ്പ് നമ്മൾ സാധാരണ പണ്ടൊക്കെ ചോട്ടാ ഭീമും അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വട്ടം നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു യെല്ലോ തീമിൽ തന്നെ ഒരു ബോയൊക്കെ വെച്ച് ഒരു മിനിമൽ ക്യൂട്ട് സംഭവം നമുക്ക് പിടിക്കാം. പിന്നെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ് സ്ലിപ്പിനൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും. ഇതിന് നമുക്ക് അത്ര ചിലവൊന്നുമില്ല. സാധാ ഒരു A4 പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കി അതിലിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കണത് ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്തിട്ട് അതും ഒരു ബോയാണ് വെച്ച് കൊടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിലോ അല്ലെങ്കിൽ വേണമെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന നമുക്ക് കുഞ്ഞു കുഞ്ഞു ഇമേജുകളൊക്കെ എടുത്ത് നമുക്ക് ട്രേസ് ചെയ്ത് സൈഡിലൊക്കെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ കുറച്ച് ക്യൂട്ടായിക്കോട്ടെ, മിനിമൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എല്ലാവിടെയും ഞാൻ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കണം. അതിന് വേറെ ഡിസൈനൊന്നും വരച്ചു കൊടുക്കണ്ട. കാരണം നമുക്ക് ഓൾറെഡി ഇപ്പം തന്നെ നമ്മൾ ലേറ്റായി വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഇനി പല പല ഡിസൈനൊക്കെ ചെയ്ത് ടൈം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാവിടെയും എഴുതി കൊടുക്കണത്, ചെയ്ത് കൊടുക്കണതൊക്കെ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നെയ് സ്ലിപ്പിൻ്റെ. ചെസ്റ്റ് നമ്പർ 3 വന്നിട്ട് പെൻ ഹോൾഡറാണ്. ഞാനിവിടെ ഒരു വാച്ചിൻ്റെ പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കിട്ടുന്ന പെട്ടിയോ അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും വട്ടത്തിലോ സ്ക്വയറിലോ റെക്റ്റാങ്കിൾ ഷേപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കണം. ഈ ഒരു സൈസ് പെട്ടി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ കുപ്പി ഉണ്ടാവില്ലേ, നമ്മളിപ്പോൾ 7-Upഉം ഫ്രൂട്ടൊക്കെ വാങ്ങിക്കണ കുപ്പി, ആ കുപ്പി ഒന്ന് നടുക്ക് മുറിച്ചാൽ നമുക്ക് ഈ ഒരു സൈസിന് കിട്ടും. അന്നേരം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ച് കൊടുത്ത് ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് ഒരു റിബൺ നമ്മൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊന്നും തോന്നരുത് ഇന്ന് ഫുള്ള് മഞ്ഞ ആയതുകൊണ്ട് ഒരു മഞ്ഞ മയമുണ്ട് മൊത്തത്തിൽ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ പെൻ ഹോൾഡറും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അടുത്ത് നമ്മൾ ടൈം ടേബിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് ഞാൻ എപ്പോഴും ഈ ടൈം ടേബിളൊന്നും നോക്കാണ്ട് പല ബുക്കുകളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് ടൈം ടേബിൾ നമ്മൾ സെറ്റാക്കി നമ്മൾ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കിയിട്ട് പോവാം. നമ്മൾ ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ ലൈൻസൊക്കെ വരയ്ക്കാം നമ്മുടെ ഡേയ്സ് അനുസരിച്ചിട്ടും പിന്നെ എത്ര പീരീഡ് ഉണ്ടെന്ന്. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയത് ഡേയ്സിൻ്റെ അവിടെ എനിക്കൊരു കൊള്ളി കുറഞ്ഞു പോയി. അതായത് എനിക്ക് സാറ്റർഡേ എഴുതാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സാറ്റർഡേയും ക്ലാസ് ഉണ്ടല്ലോ. പിന്നെ പീരീഡ് എഴുതുന്നിടത്ത് എനിക്കൊരു കള്ളി കൂടിയും പോയി. അതാണ് എനിക്ക് അവിടെ ഒരു അബദ്ധം പറ്റിയത്. കാരണം എനിക്ക് ടോട്ടൽ മൊത്തം 9 പീരീഡിനുള്ള സംഭവങ്ങളുണ്ട്. ശരിക്കും 8 പീരീഡല്ലേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ അവിടെ 9 പീരീഡിനുള്ള സ്ഥലമുണ്ട്. അപ്പം നിങ്ങളുടെ പീരീഡ് അനുസരിച്ചിട്ടും ഡേ അനുസരിച്ചിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബോർഡർ നമ്മൾ മഞ്ഞാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കൊന്നും തോന്നരുത്, ഓൾറെഡി ഫുള്ള് മഞ്ഞയാണ് നമ്മൾ തീം എടുത്തത്, അതുകൊണ്ട് ഫുള്ള് മഞ്ഞ കളറായിരിക്കും ഇന്ന് മൊത്തം. അപ്പോൾ നമ്മൾ ഫുൾ അടിച്ചു കൊടുക്കുക, ബോർഡറൊക്കെ സൂക്ഷിച്ച് അടിച്ചു കൊടുക്കണം ഉള്ളിലേക്കൊന്നും ആവാണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടിച്ച് കളയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗ് അടിക്കും. എന്നിട്ട് ടൈം ടേബിളിൽ നിന്ന് ഏതൊരു വീഡിയോ അത് ഓണായില്ല, വീഡിയോ ഓണായിരുന്നില്ല, അതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല. പിന്നെ നമ്മൾ ടൈം ടേബിൾ ഹെഡിങ് കൊടുത്തു, 2 പൂവൊക്കെ വെച്ച് സെറ്റാക്കി. അങ്ങനെ അതും കഴിഞ്ഞു. ലാസ്റ്റ് വൺ ടു ഡു ലിസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടു ഡു ലിസ്റ്റ് നമുക്ക് റീയൂസ് ചെയ്യാം. അതായത് എഴുതി കഴിഞ്ഞ് നമുക്ക് വീണ്ടും അത് മാറ്റി നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് ആണ് എഴുതി കൊടുക്കുന്നത്, ഡെയിലി പ്ലാനറിന് എഴുതി കൊടുത്ത്. പിന്നെ നമ്മൾ ഡേറ്റ് വേണമല്ലോ, അപ്പോൾ ഡേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എഴുതാനായിട്ട് സൈഡിലൊരു ബോക്സ് ഉണ്ട്. പിന്നെ ടു ഡു ലിസ്റ്റും ഫോക്കസ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലധികം മഞ്ഞ കൊണ്ടുവന്നിട്ടില്ല, എനിക്ക് തന്നെ ലാസ്റ്റ് ആയപ്പോൾ ഫുള്ളൊരു മഞ്ഞപ്പായി. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മാത്രമാണ് മഞ്ഞ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ഒന്നുകൂടിയും അത് ഡാർക്കൻ ചെയ്തു മഞ്ഞ വെച്ചിട്ട്. അങ്ങനെ നമ്മളെല്ലാം എഴുതി പെട്ടിയൊക്കെ വരച്ച് കൊടുത്ത് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചു. ഇനി നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ വെച്ച് നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നോർമൽ ടേപ്പാണ്, ട്രാൻസ്പാരൻറ്റ് ടേപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണം. അതിൻ്റെ മേലെയും താഴെയൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒട്ടിച്ച് കൊടുക്കുന്ന ക്ലിപ്പും ഇതുപോലെ സ്റ്റോറേജ് കൂടിയിട്ട് ചെറുതായിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ തൽക്കാലം ഇത് പിന്നെ ഒട്ടിച്ചതും മര്യാദയ്ക്ക് ആയി, മീൻസ് വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണല്ലോ, അതൊന്ന് ക്ഷമിക്കണം. ഇനി ഞാൻ ശരിയാക്കിക്കോളാം. അപ്പോൾ നമ്മളതൊക്കെ നല്ല ഭംഗിയിൽ ഒട്ടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ സ്കെച്ച് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ലിസ്റ്റ് എന്നാണ് എഴുതണേ. അത് നമുക്കിതുപോലെ വെള്ളം വെച്ച് നമുക്ക് മാച്ച് കളയാം. അതാണ് ഈ ടു ഡു ലിസ്റ്റിൻ്റെ പ്രത്യേകത. അങ്ങനെ ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ എല്ലാത്തിൻ്റെയും ഫൈനൽ റിസൾട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരി, ബൈ.